നമസ്കാരം. നമുക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണല്ലേ. യാത്രകൾ, സ്നേഹം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ. യാത്രകൾ ചെയ്യുക, ഭയങ്കരമായിട്ട് ഒത്തിരി ദൂരങ്ങൾ യാത്ര ചെയ്യുക. നേരെ തിരിച്ചെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുമുണ്ട്, കുറച്ചൊക്കെ നടന്നിട്ടുമുണ്ട് കേട്ടോ. കുഞ്ഞുനാൾ തൊട്ട് ഞാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമായിരുന്നു. കാരണം സ്വന്തമായിട്ട് കാർ ഓടിച്ച് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ആണെങ്കിൽ അത് ഓടിച്ച് യാത്ര ചെയ്യുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് പറ്റി അന്നത്തതുകൊണ്ട് കാർ ഓടിയിൽ നിർത്തിയ വ്യക്തിയാണ്. അത് ഇച്ചിരി എനിക്കും രണ്ട് മക്കൾക്കും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ വണ്ടിക്കും മതിലിനും ഗേറ്റിനും ഒക്കെ ഇച്ചിരി അധികം പറ്റുകയൊക്കെ ചെയ്ത ഒരു സംഭവം. അതോടുകൂടി വണ്ടി ഓടിക്കുക എന്നുള്ള ആഗ്രഹം കുറഞ്ഞുപോയി. അങ്ങനെ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ട്രെയിൻ ഒക്കെ ദൂരെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ട്രെയിൻ യാത്ര എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയത്, ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പം ആദ്യമായിട്ട് ഞങ്ങൾ ഗോവയ്ക്ക് കല്യാണം കഴിഞ്ഞ് മോനുണ്ടായി കഴിഞ്ഞപ്പം 1 വയസ്സാകുന്നതിന് മുമ്പ് ഞങ്ങളെ ഗോവയ്ക്ക്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ഞങ്ങളെ ഗോവയ്ക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ട്രെയിൻ യാത്ര ജീവിതത്തിൽ ആദ്യമായിട്ട് കുഞ്ഞുമായിട്ട് നടക്കുന്നു. ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ കൊങ്കൺ പാതയിൽ കൂടെയാണ്, അതിടയ്ക്കാണെങ്ങാണ്ടാണെന്ന് തോന്നുന്നു കൊങ്കണിൻ്റെ ആ പാത തുറന്നു കൊടുത്തത്. അപ്പം ഈ ടണലിൽ കൂടെ പോകുന്ന അവസ്ഥയിൽ ഈ ടണലിൽ കയറുമ്പം ഭയങ്കര പ്രഷർ ഇങ്ങനെ ഉണ്ടാവും. ആ പ്രഷർ ഇങ്ങനെ നമ്മുടെ ചെവിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ചെവിയൊക്കെ അങ്ങ് ടച്ച് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. ചെവിയൊക്കെ പൊട്ടിപ്പോണ രീതിയിലൊരു അസ്വസ്ഥത. അത് കുഞ്ഞാവുമ്പം അവന് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. കാരണം അവനങ്ങ് നിർത്താതെ കരയാൻ തുടങ്ങി. കരഞ്ഞ് കുറേ കഴിഞ്ഞ് ഞങ്ങൾ മടുത്തു. അതോ കിലോമീറ്ററുകളുണ്ട് ഈ കൊങ്കൺ പാതയിലെ ആ ടണല്. അതായത് എനിക്കൊരു 5-6 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുവരെ ഞങ്ങൾ ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ചു. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. ഞങ്ങളുടെ കൂടെ എല്ലാവരും ഇങ്ങനെ ചെവിയൊക്കെ പൊത്തിപ്പിടിച്ചായിരിക്കുന്നത്. അപ്പം എല്ലാവരും പറയുന്നു അങ്ങോട്ട് മാറിപ്പോ, ഇങ്ങോട്ട് മാറിപ്പോ എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഇച്ചിരി ശബ്ദം കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ വാവിട്ട് കരഞ്ഞു. അത് കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോഴത്തേനും ഈ തുരങ്കം കടന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ജീവിതത്തിലെ ആദ്യത്തെ ട്രെയിൻ യാത്ര അതായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു ഈ തുരങ്കത്തിൽ കൂടെ പോയി ഇത്രയും അസ്വസ്ഥതകളുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ലാത്ത ഒരു ഇതല്ലേ. എനിക്കും അറിയത്തില്ല, ഹസ്ബൻഡിനും അറിയത്തില്ല. ഞങ്ങളിങ്ങനെ അങ്ങനെ ഒരു യാത്രയിൽ ഞങ്ങൾ പെട്ടു. പിന്നെ ഞാൻ പോയിട്ടുള്ളത് ഹസ്ബൻഡിന് സർവീസിലിരിക്കുമ്പോൾ 20 വർഷത്തെയാണെന്ന് തോന്നുന്നു സർവീസ് പൂർത്തിയാക്കിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ ടൂറ് പോകാനുള്ള ഒരു ഗവൺമെൻറ് കൊടുക്കും. അത് പൈസ ഗവൺമെൻറ്റിൽ നിന്ന് തരും നമുക്ക്. നമ്മൾ യാത്ര ചെയ്ത് നമ്മളെവിടെ താമസിച്ചെന്നും നമ്മുടെ യാത്രാ ചെലവുകളും എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഫണ്ട് അനുവദിച്ച് തരും. കുറച്ചൊക്കെ രൂപ കിട്ടും കേട്ടോ നമുക്ക്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഡൽഹി, ഹൈദരാബാദ്, ആഗ്ര, ഇത്രയും സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി. അത് 20,000 രൂപ എങ്ങാണ്ടാണ് നമുക്ക് മൊത്തം അനുവദിച്ച് തരുന്നത്. അപ്പം നമ്മുടെ എല്ലാം ഇതിനകത്ത് പെടുത്തണം. കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ട്രെയിൻ ടിക്കറ്റിൻ്റെ പൈസ കിട്ടും, ഫ്ലൈറ്റിൽ കയറാനുള്ള പൈസ കിട്ടും. അത് ഒത്തിരി രൂപയൊന്നുമില്ല, നമ്മൾ എത്രയെങ്ങാണ്ട് പെർസെൻറ്റേജ് ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണ്. അത് ഞാൻ മറന്നുപോയി എന്നാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. എന്നാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും. ഒത്തിരി പേരൊന്നും അത് എടുക്കാറില്ല. ഇത് എങ്ങനെയോ അറിഞ്ഞിട്ട് ആരോ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പോകാൻ പറ്റും എന്നും പറഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടെ, എന്നാൽ ഇളയ മോനും ഉണ്ട്, അവൻ അങ്ങനെ ഞങ്ങൾ ഒരു യാത്ര പോകുന്നു, അതും ട്രെയിനിൽ. അപ്പം ഞങ്ങളിങ്ങനെ ഹൈദരാബാദൊക്കെ പോയി കണ്ടു, രാമോജി ഒക്കെ പോയി കണ്ടു. അങ്ങനെ ഫിലിം സിറ്റി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് ഹൈദരാബാദിൽ. അതൊക്കെ കണ്ട് നമ്മൾ സന്തോഷിച്ചു. അന്നൊന്നും യൂട്യൂബ് തുടങ്ങണമെന്നോ വീഡിയോ എടുക്കണമെന്നോ ഫോട്ടോ എടുക്കണമെന്നോ ഒന്നും നമ്മുടെ ഉള്ളിലില്ലല്ലോ. അപ്പം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാഴ്ചകൾ കാണുക, സന്തോഷിക്കുക, ഇവരുടെ കൂടെ നടക്കാമല്ലോ, ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ നടക്കാമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ്. വല്ലപ്പോഴും ഒക്കെ കിട്ടുള്ളൂ. കാരണം മിക്ക ദിവസവും ഡ്യൂട്ടി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന അവസരങ്ങളിൽ എനിക്ക് തോന്നുന്നു 7 ദിവസത്തേന് ഞങ്ങൾ യാത്ര പോകുന്നത്. ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളൊക്കെ കണ്ട് അവസാനം ഡൽഹി ചെന്നു കഴിഞ്ഞപ്പോഴാണ് റെഡ് ഫോർട്ട്, അതായത് നമ്മുടെ ദേശീയ പതാകയൊക്കെ ഉയർത്തുന്ന സ്ഥലമില്ലേ, അവിടെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഒരു കാറുകാരൻ പറഞ്ഞു കൊണ്ടുപോകണതിന് എത്രയെങ്ങാണ്ട് രൂപ, ഞാൻ മറന്നൊക്കെ പോകുന്നുമില്ല, എന്നാലും അവിടെ ചെല്ലാം, കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് കയറാൻ ചെല്ലുമ്പോൾ നമ്മുടെ ബാഗുകളും ഒക്കെ സ്കാൻ ചെയ്യും.
അപ്പം എല്ലാം ഇങ്ങനെ അതിനൊരു പേര് പറയുന്നുണ്ട്. ആ സ്കാൻ ചെയ്യുന്ന സാധനമില്ലേ, ബാഗുകളൊക്കെ കയറ്റി വിടും, അതിങ്ങനെ കറങ്ങി വരുമ്പോൾ നമ്മൾ എടുക്കില്ലേ ഈ എയർപോർട്ടിലൊക്കെ ഉള്ള കൂട്ട് സാധനത്തിൽ. അതിൻ്റെ പേരെന്നാണ് മറന്നുപോയി. എസ്കലറേറ്റർ പോലെ നമ്മൾ മുകളിലോട്ട് കയറും പോലെ തന്നെ ഇതിങ്ങനെ ഓർന്നു. അതിന് വേറൊരു പേരാട്ടോ പറയുന്നത്. അപ്പം അവിടെ വന്ന് ഇങ്ങനെ സാധനം എടുക്കാൻ നേരത്തെ ഞാൻ എൻ്റെ ഇളയ മോൻ്റെ കയ്യെ പിടിച്ചേക്കുക. അപ്പോൾ അവനെന്ത് കാണിച്ചു, ഈ നമ്മുടെ ബാഗ് ഇങ്ങനെ ഉരുണ്ട് വരുന്ന കണ്ടപ്പോൾ അവൻ ചാടി അതേലൊരു ഒറ്റപ്പിടുത്തം അങ്ങ് പിടിച്ചു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുട്ടികളെ കൊണ്ട് അത് എടുപ്പിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒന്ന് തിരിയുമ്പോഴത്തേനും ഇവൻ ഇത് ചാടി പിടിക്കുകയും ഇവൻ്റെ വിരൽ ആ കറങ്ങുന്ന ആ സാധനത്തിനകത്തേക്ക് പോവുകയും ചെയ്തു. വിരലല്ല, കൈ മൊത്തം. കുഞ്ഞു കൈ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കിടന്ന് കാറി വിളിച്ചു. അപ്പോഴത്തേനും ഈ ചേട്ടനും എൻ്റെ മൂത്ത മോനും കൂടി ഇച്ചിരി മുന്നോട്ട് പോയായിരുന്നു. അപ്പം ഞാൻ വലിയവായി കിടന്ന് കരഞ്ഞു കഴിഞ്ഞപ്പം ഇവർ പെട്ടെന്ന് അത് ഓഫാക്കിയപ്പോൾ മുഴുവൻ ഹിന്ദിക്കാരാണ്. അവരെന്നെ പറയാത്ത ഒന്നുമില്ല. കുറച്ചൊക്കെ ഹിന്ദി മനസ്സിലാകുന്നത് കൊണ്ടും ഹിന്ദിയിലൊരു MA കൈവശം ഉള്ളത് കൊണ്ടും കുറച്ചൊക്കെ മനസ്സിലാക്കി തിരിച്ചെനിക്ക് പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു. അവരത് ഓഫാക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ദൂരം അങ്ങ് പോയി. അപ്പോഴത്തേനും അവൻ്റെ ഈ 4 വിരലും അങ്ങ് ചതഞ്ഞു. പക്ഷെ വേറൊരു കുഴപ്പം പറ്റില്ല, ഈ തൊലി ഇങ്ങനെ കുഞ്ഞു കൈയാണ്. വലിയവരുടെ കൈയാണെങ്കിൽ പോക്കാട്ടോ, കൈ പിന്നെ തിരിച്ചു കിട്ടില്ല. കുഞ്ഞായതുകൊണ്ട് ഈ പുറത്തെ തൊലി മാത്രം ഇങ്ങനെ പോയി അങ്ങോട്ട് വല്ലാതെയായി. അവർ ഓഫാക്കി. അവരെന്നെ കുറേ പറഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് ഞങ്ങൾ കയറിയില്ല അതിനകത്തേക്ക്. കയറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി നമ്മുടെ സാധനങ്ങളെടുത്ത്. അവർ അപ്പം തന്നെ എനിക്ക് തോന്നുന്നു അടുത്ത പോലീസുകാരൊക്കെ അവർ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം മരുന്നൊക്കെ ഇട്ട് വെച്ച് കെട്ടി. കുഴപ്പമില്ല. അപ്പം ചെന്നപ്പോൾ ഒരു കുഴപ്പമില്ല, പുറത്തെ തൊലിക്ക് മാത്രം ഒരു ഇച്ചിരി ഇത് ചതവ് വന്നേ ഉള്ളൂ, അത് സാരമില്ല എന്നിങ്ങനെ പറയുന്നു. പിന്നെ ആ യാത്ര അന്നത്തെ ദിവസം പോയി. പിന്നെ ഞങ്ങൾ പല സ്ഥലത്തും പോകാൻ വേണ്ടി യാത്രയാകുമ്പോൾ ഇവന് ഈ വേദന കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പം പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. അപ്പം അതെടുത്ത് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി. അപ്പം അവന് സന്തോഷമായി. ഈ ഫ്ലൈറ്റിലൊക്കെ കയറണ കണ്ടു കഴിഞ്ഞപ്പം അവനും ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ട അവസ്ഥയിലും വന്നു. ഞങ്ങൾ പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പായിരുന്നു ഇങ്ങനെ ഈ റെഡ് ഫോർട്ടിൽ പോയതും ഈ കയ്യകത്ത് പോയ സംഭവം ഉണ്ടായത്. അങ്ങനെ യാത്രയുടെ സന്തോഷം അതോടെ തീർന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും യാത്രകൾ സമ്മാനിക്കാറുണ്ട്. പിന്നെ ചില യാത്രകൾ നമുക്ക് സന്തോഷം തരുന്നുണ്ട്. അതായത് ഞാൻ സ്ഥിരം എറണാകുളം യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എറണാകുളം. കോട്ടയത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ടാറ്റയിൽ. അപ്പം അങ്ങനെ പോകുമ്പം ചില ഓട്ടോറിക്ഷകളുടെ അല്ലെ ചില വണ്ടികളുടെയൊക്കെ പുറകിലൊക്കെ എഴുതി വെച്ചേക്കുന്ന വാചകങ്ങൾ വായിച്ച് ഞാൻ തന്നെത്താനിരുന്ന് ചിരിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ചിരിച്ചപ്പോൾ എൻ്റെ അടുത്തിരുന്ന സ്ത്രീ ചോദിച്ചാൽ എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അതായത് എന്നെ വന്ന് ഉമ്മ വയ്ക്കരുത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് ഒരു ഓട്ടോറിക്ഷയുടെ പുറകിൽ എഴുതി വെച്ചേക്കുക. അതായത് വണ്ടി ഒന്ന് തട്ടരുത് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഒരിടത്തേക്ക് നീ എന്തിനാ എന്നെ സ്നേഹിച്ചത്, ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്നെ സ്നേഹിക്കാൻ എന്നിങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇതൊക്കെ അന്നത്തെ കാലത്ത് വീഡിയോ എടുക്കാനോ ഒന്നും ബോധമില്ലാത്തതുകൊണ്ട് അതൊക്കെ വായിച്ച് ചിരിച്ചു. പിന്നെ കാവലാൾ, അന്നപൂർണേശ്വരി അല്ലെങ്കിൽ നോഹയുടെ പേടകം ഇങ്ങനെയൊക്കെയുള്ള വണ്ടികളും ഒക്കെ കാണുമ്പം ഓരോ ബസ്സിൻ്റെ പേരുകളും ഒക്കെ കാണുമ്പോൾ എല്ലാ ദൈവങ്ങളുടെ പേരുകളും ഒക്കെ ഇട്ട വണ്ടികളും ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ അതിനെ ആസ്വദിച്ചിങ്ങനെ പോകും. യാത്രകൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂർ പോയപ്പോൾ റോഡ് സൈഡിൽ ചപ്പ് ചവറിട്ടേക്കുന്ന ഒരു സ്ഥലം കണ്ടു. ഇങ്ങനെ ആൾക്കാർ വേസ്റ്റ് കൊണ്ട് ഇട്ടേക്കുന്ന ഒരു സ്ഥലം. അപ്പം അവിടെ എഴുതി വെച്ചേക്കുവാണ്, 2 തന്തയ്ക്ക് പിറന്നവൻ ഇവിടെ വേസ്റ്റ് ഇട്ടുള്ളൂ, ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ ഇടണ്ട എന്ന്. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ചിലർ നിന്ന് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ചിലർ ചിരിച്ചോണ്ട് പോകണ്ട് വായിച്ച്. റോഡിൻ്റെ ഏകദേശം അതോ നിറച്ച് കട്ടറാണ് റോഡിനകത്ത്. ഇങ്ങനെ ചാടിയാണ് പോകുന്ന വണ്ടി. അന്ന് റോഡൊന്നും നന്നാക്കിയിട്ടില്ല, ഇപ്പം നന്നാക്കിയെന്നങ്ങോട്ട് തോന്നുന്നു. അപ്പം അതിനിടയ്ക്ക് ഈ സൈഡിൽ ഈ ബോർഡും കൂടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ ചിരിയാവുന്നത്. അങ്ങനെ ചിരിക്കാനുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മളോട് ഈ കണ്ടക്ടർമാർ സ്ഥിരം കയറുമ്പം KSRTCയിലൊക്കെ കണ്ടക്ടർമാർ നമ്മളോട് ചൂടാവും അല്ലേ. നമ്മൾ ചിലപ്പോൾ 500 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെ ആയിട്ട് രാവിലെ കയറുമ്പം നമ്മളോട് തന്നെയല്ല, ദൂരെ പോകുന്നവരോട് പിന്നെ അത്രയും പറയാറില്ല. ഈ 10 രൂപയുടെ 50 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെയൊക്കെ ദൂരം പോകുന്നവർ 100 രൂപയും 500 രൂപയ്ക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ചില കണ്ടക്ടർമാർ ഇത് ചെറിയ കാശൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നതും നമ്മൾ കാണാനിടയാവും അല്ലേ. അതേപോലെ കൊച്ചു കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് പറയുന്നത് ഇതെന്നതാണ് വീട്ടിലുള്ള തലേനെ ഇതൊക്കെയാണ് പെറുക്കി കൊണ്ട് വന്നിരിക്കുന്നത്, എന്തൊരു സ്ഥലം, ഒരു സ്ഥലം മുഴുവനാണ് വേസ്റ്റ് ആക്കിക്കൊണ്ട് നിൽക്കണേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന
കണ്ടക്ടർമാർ ചിലർ സൗമ്യമായിട്ട് പെരുമാറുന്ന അവരെയും നമ്മൾ ഇഷ്ടപ്പെടും ഇല്ലേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചേഞ്ച് ഇല്ല കേട്ടോ, നിങ്ങൾ ഇറങ്ങാൻ നേരത്തേനൊന്ന് ചോദിച്ചാൽ അപ്പോഴത്തേനും ചേഞ്ച് ആവും കേട്ടോ എന്നൊക്കെ പറയുന്ന കണ്ടക്ടർമാർ. പിന്നെ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒക്കെ അപ്പു എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ടായിരുന്നു. പുള്ളി നമ്മളെ ഭയങ്കരമായിട്ട് എപ്പോഴും ഭയങ്കര മോശമായിട്ട് നമ്മളോട് പെരുമാറും. അങ്ങോട്ട് ഇറങ്ങി പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് പുള്ളി നിൽക്കുകയുള്ളൂ, പക്ഷേ പെണ്ണുങ്ങളെ കിടന്ന് ചീത്ത പറയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പം ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ പലർക്കും മനസ്സിലാവും. അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള സ്ഥലം മുഴുവൻ 10 പൈസയും കൊടുത്ത് കയറും, എന്നിട്ടുള്ള സ്ഥലം മുഴുവൻ മെനക്കെടുത്താൻ കയറി നിൽക്കുകയാണ്. ഇതെന്തിനു വന്നതാണെന്നറിയില്ല, ഒരു 4 പേർക്കുള്ള സ്ഥലം പോകും എന്നൊക്കെയാണ് പുള്ളി ഇരുന്ന് പറയണത്. അതിങ്ങനെ പുള്ളി തോരാണ്ട് ഓരോരുത്തരും ഇറങ്ങണ വരെ പുള്ളി പുറകിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് വരെ നിന്ന് പറയും, ഫ്രണ്ടിൽ നിന്ന് പുറകിലോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞുകൊണ്ടേ പോകുള്ളൂ. കയറി നിൽക്കുക എന്ന് പറഞ്ഞേക്കാം. പെണ്ണുങ്ങളോട് ഇറങ്ങി ഇങ്ങനെ പറയുന്ന അതും എൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെ പതിഞ്ഞു പോയാൽ എന്തിന് ചീത്ത പറയുന്നു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ. അതങ്ങനെ. അപ്പം നമുക്ക് ഓരോ യാത്രകളും നമുക്ക് ഒത്തിരി പാഠങ്ങളല്ലേ തരുന്നത്. പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ദൈവവിശ്വാസത്തെക്കുറിച്ചാണ്. നമ്മുടെ ഭഗവാന്മാരൊക്കെ നമുക്ക് ദുരിതങ്ങൾ തന്നിട്ടേ നമ്മൾ നല്ലത് തരുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനെന്ത് എന്താ ഒരു ലോജിക്ക് എന്തായിരിക്കണം അതിനകത്ത്? ലോജിക്കല്ല, ലോജിക്ക്. അതിനകത്ത് എന്ത് ലോജിക്കാണ് ഉള്ളത്? നമുക്ക് ദുരിതങ്ങൾ തരുന്നവരാണോ നമ്മുടെ ദൈവങ്ങൾ? പലരും പറയണേക്ക് നമ്മളെ പരീക്ഷിക്കും, നമുക്ക് വരുന്നതുള്ള ദുഃഖങ്ങളെല്ലാം നമ്മളെ പരീക്ഷിക്കണതാണ് എന്ന് പറയും. നമ്മൾ ജീവിതത്തിൽ നരകങ്ങൾ മുഴുവൻ കളിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ ഭഗവാന്മാർക്ക് നമുക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? അതങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. നല്ല കള്ളൻ, നല്ല മഴ, ഇടിയും വെട്ടി കൊടുങ്കാറ്റും വീശി പ്രളയവും വന്ന് എല്ലാം നശിച്ചു കഴിയുമ്പോഴും നമ്മൾ പറയണം നല്ല മഴ പെയ്തു കിട്ടോ എന്നിങ്ങനെ പറയും. അതേപോലെ അവൻ നല്ല പഠിച്ച കള്ളനാട്ടോ എന്നിങ്ങനെ പറയും. അതിലെന്താണ് ലോജിക്കുള്ളത്? ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കുന്ന ചില സംഭവങ്ങളാണ് ഇതിപ്പോൾ നിങ്ങളോട് പറയുന്നത് കേട്ടോ. നമ്മുടെ യാത്രകളിലും നമ്മുടെ സംസാരത്തിലും വരുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പോഴൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നിങ്ങനെയൊക്കെ ചിന്തിക്കും. അതേപോലെ ചില നല്ല പഠിച്ച മിടുക്കനാട്ടോ അവൻ എന്ന് പറയും. അത് കളിപ്പിച്ച് പറയുന്നതാണ്. പഠിച്ച കള്ളനാ, പഠിച്ച മിടുക്കനവൻ ഇങ്ങനെ പറയില്ലേ. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ടോ എന്നിങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ്, ദൈവങ്ങൾക്ക് പോലും എന്തോരം ദുരിതങ്ങളും ദുഃഖങ്ങളും വരുന്നത്. ദൈവങ്ങൾ എന്ന് പറയുന്നവർക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മൾ ഓരോ മഹാദേവൻ തൊട്ട് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ ദേവിമാർ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈശോപ്പൻ തൊട്ട് നബി തിരുമേനി തൊട്ട് ഇങ്ങനെ നമ്മളൊന്ന് ഓർത്തു നോക്കി എല്ലാവർക്കും ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ വരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യങ്ങളുണ്ടോയെന്ന്. പിന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടാൻ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. പ്രാർത്ഥന നമുക്ക് മനസ്സിന് ശാന്തി തരും എന്ന് വിചാരിക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സമാധാനം തരാൻ പ്രാർത്ഥിക്കാം ഇല്ലേ? അതാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം നിങ്ങളോട് സംസാരിച്ചു എന്നേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം, അത്രയേ ഉള്ളൂ. കാരണം എൻ്റെ ചിന്താഗതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അത് പിന്നെ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഒക്കെ. ഇന്നലെ ഞാൻ യാത്ര പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. വണ്ടിയുടെ ടയർ പഞ്ചറായത് ഒരു ആണി കയറിയിരിക്കുക. അത് ഞങ്ങളൊരു കടയുടെ മുമ്പിൽ കയറി തക്കാളി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ നിർത്തി കഴിഞ്ഞിട്ട് ഇറങ്ങി ചെന്നപ്പോൾ അതിലെ കീമിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊക്കെ പാഞ്ച് നടക്കുമായിരുന്നു. 10-ാം തീയതി തീരുമല്ലോ അപ്പോഴത്തേനും. അപ്പം തക്കാളി മേടിക്കാൻ നിന്നപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു, ചേച്ചി വണ്ടിയുടെ ടയറിൽ ആണി കയറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പോൾ ശരിയാ നീളമുള്ള ഒരു ആണി. അവസാനം ആ പയ്യനും എല്ലാവരും കൂടി അത് ആണി എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേച്ചി വീട്ടിൽ ചെല്ലാൻ പാകത്തിന് ഇത് ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റുമായിരിക്കും, കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു. വീട്ടിൽ ചെല്ലുന്ന കയറുന്നതിന് മുമ്പ് ടയറിൻ്റെ ടയർ പഞ്ചറായി. അപ്പം പിന്നെ വീട്ടിൽ കൊണ്ട് കയറ്റിയിട്ടു, ഇനി ടയർ മാറണം ഇങ്ങനെ. അപ്പം യാത്രകളിൽ ഇങ്ങനെയുള്ള പണികളും നമുക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ട്. അതെല്ലാവർക്കും തന്നെ കിട്ടുന്നതാണ് അല്ലേ? എങ്കിലും കിട്ടാറുണ്ട്. പണ്ടൊരു ദിവസം കാട് പിടിച്ചെടുക്കുന്നിടത്തേക്ക് വണ്ടി കയറ്റി പാർക്ക് ചെയ്താൽ അവിടെ ഒരു പോസ്റ്റ് കിടപ്പുണ്ടായിരുന്നു. പോസ്റ്റയിലേക്ക് കയറിയിട്ട് ടയർ അങ്ങ് പൊട്ടിയൊരവസ്ഥയുണ്ടായി. അതും ഒരു കുഗ്രാമത്തിൽ. ഒന്ന് വിളിച്ചാൽ റേഞ്ചില്ല, 1 കിലോമീറ്റർ നടന്നു ചെന്നാലേ ഒന്ന് റേഞ്ചുള്ള സ്ഥലമുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ യാത്രകളിൽ കൂടെ സംഭവിക്കാറുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോ യാത്രകളും
ഒത്തിരി പാഠങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ജീവിതത്തിനെ ഒത്തിരി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, ഇല്ലേ? ജീവിതം എന്താണെന്നും പലരുടെ ജീവിതങ്ങൾ കാണാനും നമുക്ക് സാധിക്കും പല യാത്രകളിൽ കൂടെ. അപ്പം അങ്ങനെ സോറി അപ്പം അങ്ങനെയുള്ള യാത്രകളിൽ കൂടെയൊക്കെ നടക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പലരെയും കണ്ടുമുട്ടാനും പലരുമായിട്ട് സംസാരിക്കാനും. നമ്മളിപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ സ്ഥിരം യാത്ര ചെയ്യുന്നവരാകുമ്പം സുഹൃത്ബന്ധങ്ങൾ കൂടുന്നതും ഒക്കെ, അല്ലേ? ഒരു രസകരമായ സംഭവം. അവരെ കണ്ടില്ലല്ലോ എന്നൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതും, ഇന്നെന്തേ വരാത്തേന്ന് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഒന്ന് ചോദിക്കുന്നതും ഒക്കെ ഒരു യാത്രകളുടെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ യാത്രയെക്കുറിച്ച് ഇടാം എന്ന് വിചാരിച്ചു. കാരണം ജീവിതത്തിലെ ആദ്യത്തെ ട്രെയിൻ യാത്രയും പിന്നെ ഞാൻ പോയൊരു യാത്രയാണ് മരുത്വാമലയ്ക്ക് പോകാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി കഴിഞ്ഞ വർഷം. അതും ശിവഗിരി മരുത്വാമല. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ വർഷം പോയതാണ്. കുടുംബാംഗങ്ങളെല്ലാം കൂടെ, ചേട്ടൻ്റെ വീട്ടുകാരെല്ലാം കൂടെ കൂടി പോയതാണ്. അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഒരു സംഭവം കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട സ്ഥലങ്ങളും വനത്തിൻ്റെ നടുക്കും ഒക്കെ പോയി ഇങ്ങനെ തപസ്സിരുന്നു എന്നൊക്കെ പറയും, ശ്രീനാരായണ ഗുരു തപസ്സിരുന്നു എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കാണേണ്ടതാണ്. വർക്കല അത് തമിഴ്നാട്ടിലാണ് ശരിക്കും ഈ മരുത്വാമല എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ എന്താ പറയണ ഒത്തിരി അർത്ഥങ്ങൾ തരുന്നുണ്ട്, ഇല്ലേ? അപ്പം എന്നും ഞാൻ യാത്രയെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി എന്തെങ്കിലും ഒരു കാലത്ത് യാത്രകളെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ കണ്ട യാത്രകളിലെ കുറച്ചെങ്കിലും വിവരങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ, കുറച്ചേ ഇതിനകത്തുള്ളൂ എങ്കിലും നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ മൂകാംബികയ്ക്ക് പോയതും ആദ്യമായിട്ട്, പിന്നെ അതൊക്കെ പിന്നെ മൂകാംബികയിലെ മറ്റേ ശാരദ മറ്റേ പീഠമല്ലേ, സർവജ്ഞ പീഠം അല്ലേ, അവിടെയൊക്കെ പോകുന്നതും ഒക്കെ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. അന്ന് ആ വഴി പോലും ഇല്ലാതെ ആ ജീപ്പയിൽ കയറിയിരുന്നുള്ള പോക്കും ഒക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ യാത്രകളിലൂടെ ആയിരിക്കട്ടെ, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.